അപ്പൊ ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ ഒരു ഗാനം കേൾപ്പിക്കാം. വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവും നിങ്ങൾ മതി, ഒരു മുഴം തുണി വാങ്ങി തന്നാ മതി. ഈ ഗാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്ത്രീ ഈ ഭർത്താവിന്റെ അടുത്ത് ചെയ്ത് വെച്ച് നോക്കുമ്പം ഈ സ്ത്രീ ചിലപ്പം ഈ പാട്ടിൽ പറഞ്ഞ വരികൾ ചിന്തിച്ച് നോക്കുന്നുണ്ടാവും, സത്യമായിട്ട്. അപ്പം രണ്ടാമത്തെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്നലെ ഞാൻ ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടി കിട്ടുന്ന സബ്സ്ക്രൈബ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടി കിട്ടുന്ന അങ്ങനെയുള്ളൊരു സാധനം എനിക്ക് വേണ്ട എന്നുള്ളൊരു കാരണം പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ ഈ ഒരു സ്ത്രീനെ കുറിച്ച് മാത്രം പറയണത് കേട്ടിരിക്കാൻ കിട്ടില്ല, അങ്ങനെ ആളെ കിട്ടിയിട്ട് കാര്യമില്ല. അത് എനിക്കും താല്പര്യമൊന്നുമില്ല. മുമ്പ് ഞാൻ കുറെ വീഡിയോസ് ഈ സ്ത്രീനെ കുറിച്ച് ചെയ്തതാണ്. അപ്പൊ അതിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട്. കാരണം ഈ സ്ത്രീക്ക് അത്രയും വേറ്റേഴ്സ് ഉണ്ട്, സ്ത്രീനെ അത്ര ആളുകൾ വെറുക്കുന്നുണ്ട് സമൂഹത്തിൽ. അത് സൊസൈറ്റിയിൽ കുറെ ആളുകളുണ്ട്. അത് ഈ സ്ത്രീ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇതിന് മാത്രം കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കിട്ടുന്ന ഒരു വ്യൂസിലൊന്നും ഒരു രസമില്ല. ബാക്കി ഞാൻ പല പാറ്റേഴ്സ് എടുത്ത് സംസാരിക്കുന്നത് അതൊന്നും നോക്കാനോ കാണാനോ ആരും ഉണ്ടാവില്ല. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എനിക്കിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ അടിച്ചിങ്ങനെ ഇരുത്തിങ്ങണ്ട് ഇത് കാണുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്ത്രീനെ മാത്രം പറയുമ്പോൾ അതിന് അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബ്സ് എനിക്ക് വേണ്ടെന്ന് പറയാൻ കാരണം. അത് ഈ വെറുതെ സബ്സ്ക്രൈബ്സിന്റെ എണ്ണം കൂട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ ഇന്നത്തെ പരിപാടിയിലേക്ക് നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഈ സുഹൃത്തിന്റെ അതായത് ഇപ്പം വൈക്കത്താണ്, കോട്ടയം വൈക്കം ആ ഭാഗത്തുള്ള ഒരാളാന്ന് തോന്നുന്നുണ്ട്. ജന്മന ഭിന്നശേഷിയായിട്ടുള്ള ഒരാളാണ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, സ്വന്തമായിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒരാളുടെ സഹായം ഇല്ലാതെ എണീച്ച് നടക്കാൻ പോലും പറ്റാത്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തിന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ, പ്രത്യേകിച്ചിട്ടും ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം, സമാധാനം, അതല്ലെങ്കിൽ ഒരു ആശ്വാസം, ആ സാധനമൊക്കെ ആ ഈ ഒരു മനുഷ്യന്റെ ഇതിലിരുന്ന് ആലോചിക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പം കത്തും. അങ്ങനെയാണ്. അപ്പം ഇതുപോലുള്ള ഒരു ഭർത്താവിനെ ഈ സാഹചര്യത്തിൽ ഇരിക്കുന്ന ഇത്രയും എന്താ പറയാ തന്റെയോടും അതല്ലെങ്കിൽ ഇത്തിരി സാമർത്ഥ്യം അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു വട്ടപ്പൂജയായിട്ടുള്ള ഒരാള് ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ മണ്ട വേറെ ലെവലായിരിക്കും. അപ്പം ഈ സ്ത്രീ ചെയ്ത പണി എന്താന്നുള്ളത് ഇയാൾ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. എനിക്കൊന്നുമില്ല, അവൻ എന്റെ എല്ലാ അവസ്ഥയും അറിയാവുന്ന, അവന്റെ ഭാര്യയായിട്ട് കൊച്ചുമായിട്ട് അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത്, ഒരു കുഴപ്പമില്ലാത്ത നാട്ടിലെല്ലാവർക്കും അറിയാം അവനെ ബന്ധം ഉണ്ടായത്. എനിക്ക് എന്റെ താലി എടുത്ത് തന്ന് കെട്ടിക്കാൻ തന്നവര് അവനാണ്. അവനാണ് ഈ ചതി എന്നോട് കാണിച്ചത്. ഇവന്റെ ഒരു കോള് വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഒരു വർഷമായി ഇപ്പൊ ഈ കളി അങ്ങനെ എന്ന് പറഞ്ഞാൽ ജീവിക്കണോ മരിക്കണോ എന്ന് പോലും പറ്റാത്തൊരവസ്ഥയാണ്. അതിപ്പോ എനിക്ക് മരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ജീവിതം തകർത്തത് 7 വർഷം എന്റെ കൂടെ ജീവിച്ച എന്റെ ഭാര്യയും കുഞ്ഞുനാളും മുതൽ എന്റെ കൂടപ്പുറപ്പിനെ പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന നിതിൻ കാർത്തികൻ എന്നും പറഞ്ഞൊരു കൂട്ടുകാരനും കൂടെയാണ് എന്റെ ജീവിതം തകർത്തത്. ഈ കഥ നിങ്ങൾ അറിയണം, ഈ കഥ സൊസൈറ്റി അറിയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇയാളിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇത്രയും എന്താ പറയാ ഇങ്ങനെയുള്ള ഒരാള് വന്നിരുന്നിട്ട് അയാളുടെ സങ്കടങ്ങള് മനസ്സില്, അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ആള്, അത് ആണായാലും പെണ്ണായാലും ജീവിതത്തിലേക്ക് ഒരു പങ്കാളി, ഞാൻ ഉദ്ദേശിച്ചത് മറ്റേതല്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആണിനൊരു പെണ്ണ് പങ്കാളിയായിട്ട് വരണം, അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഒരു ആണ് പങ്കാളിയായിട്ട് വരണം. അതാണ്. അതല്ലാതെ ഈ ആണും തമ്മിൽ അതല്ലെങ്കിൽ പെണ്ണും തമ്മിലുള്ള ആ മഴവില്ലിന്റെ ആ ഒരു ഏർപ്പാടുണ്ടല്ലോ, അതെനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ ഇയാളുടെ മനസ്സിൽ, അതിപ്പോ ഈ സ്ഥാനത്ത് ആരാണെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കുഞ്ഞിക്കാലം മുതൽ ആത്മാവും ശരീരവുമായി നടന്നിട്ടുള്ള ഒരു സുഹൃത്തും ആ സുഹൃത്തും ഭാര്യയും കൂടിയും ചേർന്നിട്ടുള്ള ഒരു പണിയാണ് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത്. സ്വത്തുക്കളും ബാക്കിയൊക്കെ എടുത്ത് അടിച്ച് എന്തിനു പറ്റൂലേ. അതിപ്പം എന്താ പറയാ, അപ്പം ഇയാളുടെ ഭാഗമാണ് പറയണത്. ഇപ്പൊ സ്ത്രീക്ക് സ്ത്രീന്റെ ഭാഗങ്ങൾ പറയാനുണ്ടാവും, അതൊന്നും ആരും കേട്ടിട്ടില്ല. ഒന്നാമത് പറഞ്ഞിട്ടുള്ള ഈ കാർത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സുഹൃത്തിന്റെയും സ്ത്രീന്റെയും പിക്ചർ ഒന്നും ആരും കണ്ടിട്ടില്ല. സൊസൈറ്റി, സമൂഹം ഇവരെ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇനിയൊരു ഭിന്നശേഷിക്കാരൻ ആർക്കും എനിക്കാനൊന്നും എന്റെ അമ്മക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ അമ്മക്ക് മീൻ കച്ചവടത്തിന് രാവിലെ പോയാൽ വൈകിട്ടേ വരുള്ളൂ. ആ സമയത്ത് എന്നെ കൊണ്ടാക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് പഠിക്കാനോ ഒന്നും പറ്റില്ല. ഞാൻ സ്കൂളിന്റെ വരാതെ ഒന്നും കണ്ടിട്ടില്ല. എന്റെ അമ്മ എനിക്ക് ഒരു കുറവില്ലാണ്ട് എന്നെ അവിടെ വളർത്തിയത്. എന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണ് ഒരു പാട് മേടിക്കണമെങ്കിൽ എന്റെ അമ്മയുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത്. അന്നൊരു മനസ്സിൽ ഞാനത് ഉറപ്പെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും അവള് കൈ നീട്ടേണ്ട ഒരു ഗതി ഉണ്ടാക്കരുത്. കണ്ടോടാ, 2 കൈയും കാലും, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിരലൊന്നില്ലെങ്കിലും ജീവനല്ലെങ്കിലും ധീരനല്ലെങ്കിലും അങ്ങനൊന്നും ഇല്ലെങ്കിലും ഇയാൾ ഈ ഒരു അവസ്ഥയിൽ ഇരുന്നങ്ങാണ്ട് ഇയാള് നല്ല ലെവലിൽ എത്തിയിട്ടുള്ള ഒരാളാണ്. പടിപടിയായിട്ട് കയറി വന്നിട്ടുള്ള ആളാണ്.
സ്വന്തം ഭാര്യയ്ക്ക് ഈ രീതിയിലുള്ള ഒരു ആവശ്യം ഇപ്പൊ എന്താണെങ്കിൽ കൂടെ റീചാർജ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ പാഡ് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ നീട്ടരുതെന്നുള്ള ഒരു ബോധം ഇയാളുടെ മനസ്സിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചങ്ങാതിനെ എങ്ങനെ ഉമ്പിച്ച് പോവാൻ ആ സ്ത്രീക്കൊക്കെ വെറും ആ രീതിയിലുള്ള ഒരു കയപ്പാണ്. ഇപ്പൊ ഇന്നിന്റെ കാലഘട്ടത്തില് ഈ ഒരു കാലഘട്ടത്തിലെ സൗഹൃദം, പ്രേമം, ദാമ്പത്യം, എന്തിനാ മാതൃത്വം, പിതൃത്വം വരെ വെറുതെ. ഒരു കാര്യം ഒരാളെടുത്തും മറ്റുള്ളവർക്ക് ആരെടുത്തും ആത്മാർത്ഥത ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നീയും ഞാനും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർത്തേ പറ്റുള്ളൂ എടുത്തിട്ട്. അതിന് വേണ്ടി പകലില്ലാണ്ട് ഞാൻ കടന്നോടി. പിന്നെ ഞാൻ അവിടുന്ന് ഒരു പടിപടിയായിട്ട് ഞാൻ കയറി വരിക ചെയ്തത്. ഒരു ജനസേവന കേന്ദ്രം ഞാൻ തുടങ്ങി, മിഷൻസ് ഒക്കെ വാടക തുടങ്ങുന്ന ഒരു ഇത് തുടങ്ങി, അങ്ങനെ ബാങ്കിങ് സേവനം തുടങ്ങി. പിന്നെ ഒരു വൈക്കത്ത് താലൂക്ക് ആശുപത്രിയിൽ ഒരു കോഫി മിഷൻ കട തുടങ്ങി. ഞാനും അവളും ഒരു പ്രാവശ്യം അവിടെ വീട്ടിൽ ചെല്ലുന്നത് ആദ്യം ഓട്ടോയ്ക്ക് ചെന്നു, പിന്നെ ടാക്സി പിടിച്ചെന്നു, പിന്നെ എന്റെ സ്വന്തം കാറിൽ ചെന്നു. അവൾക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്, ഞാൻ ഓടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ മോട്ടിവേഷൻ ചെയ്തതാണ്. നമുക്കൊരാളുടെ മുന്നിൽ കൈ നീട്ടരുത്, ഞാനും നീയും ഒറ്റയ്ക്ക് വേണം നമുക്ക് എല്ലാം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു അവളെ മെന്റലി സപ്പോർട്ട് ചെയ്തിട്ടാണ് അവളെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുക. എത്ര സ്വർണ്ണങ്ങളായാലും അവൾക്ക് ഈ കഴിഞ്ഞ ഇത് പിടിക്കണേക്കാൾ ഒരു മാസം മുമ്പ് ഒരു ഡയമണ്ടിന്റെ മൂക്കുത്തി വേണമെന്ന് പറഞ്ഞിട്ട് അതുവരെ മേടിച്ച് ഞാൻ കൊടുത്തവനാണ് ഞാൻ. 4 പവന്റെ മാല മാറി ഒരു ചെറിയ 1 പവന്റെ മാല പൊട്ടിയിട്ട് അതെല്ലാം കൂടെ അവസാനം അങ്ങനെയുള്ള കാര്യം ഡയമണ്ടിന്റെ റിങ്ങും 4 പവന്റെ മാലയും കയ്യിലുള്ള അയാൾ കരുതി വെച്ചുള്ള സ്വത്തും ഒക്കെ ആയിട്ട് വടിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അങ്ങനെയല്ല കേട്ടോ. കാരണം ഇയാൾ തന്നെ പറയുന്ന കേസാണ്, സുഹൃത്തും ഇയാളും കൂടി ചേർന്ന് ഒരുപാട് പൈസ വടിയാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റാള് സുഹൃത്ത് കാർത്തിക് എന്ന് പറഞ്ഞ സുഹൃത്തിന് വേറെ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട്, അവരെ എൻജോയ് ചെയ്ത് ജീവിക്കാൻ, ലൈഫ് അടിച്ചു പൊളിക്കാന്. പക്ഷെ ആ സ്ത്രീ, ഇയാളുടെ ഭാര്യ ആയിരുന്നിട്ടുള്ള ആ ഒരു സ്ത്രീ പെട്ടുപോയി, അത് വെട്ടിലായി. ഈ രീതിയിൽ നല്ല രീതിയിൽ ജീവിതം, ഇതിപ്പം എന്താ പറയാ, അപ്പൊ ഇങ്ങനെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു ഭർത്താവിന്റെ കുറവുകള്, പോരായ്മകള് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണല്ലോ ആ സ്ത്രീ ആദ്യം ഈ ഒരു ആളെ കെട്ടിയിട്ടുണ്ടാവുക. പിന്നെ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുമ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നിപ്പോ ആരെടുത്താണ് ആത്മാർത്ഥത, സ്നേഹമൊക്കെ ഉള്ളത്? അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എനിക്ക് എന്റെ നെയലിന്റെ അടുത്ത് മാത്രം എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ കരയാനോ പറയാനുണ്ടെങ്കിൽ അയക്കോ, വേറെ ഒരാളെ പ്രതീക്ഷിക്കാൻ നിൽക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. കൊടുത്ത് 4 പവന്റെ ഒരു മാല വാങ്ങിച്ചു കൊടുത്ത് പെട്ടെന്നൊരു എനിക്ക് ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. എനിക്കിപ്പോ ഒരു വീട് വെക്കണമെന്ന് എനിക്ക് ദൈവം സഹായിച്ച് എന്റെ അമ്മ ഒരു വീട് വെച്ച് തന്നിട്ടുണ്ട്. അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയെന്ന ഒറ്റ പേര് പറഞ്ഞത് കൊണ്ട് മാത്രമേ വീട് വെക്കാൻ വേണ്ടി ഞാൻ ഓടിയതാണ്. ഇപ്പൊ ഒരു കേസ് ഇവിടെ ചിട്ടി ഞാൻ പറയില്ല, 6 ലക്ഷം രൂപയുടെ ചിട്ട് പിന്നെ ചേർന്നു. അവിടെ പേരില്ല ചേർന്നു, എന്റെ പേരിലല്ല. എനിക്ക് അവളെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ പേര് ചിട്ടി ചേർത്തില്ല. അവിടെ കയ്യിൽ എപ്പോഴും ഒരു 10-15,000 രൂപയെങ്കിലും കുറഞ്ഞത് എപ്പോഴും അവിടെ കയ്യിലുണ്ട്. അവൾക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ വഴി എന്ത് വേണേലും വാങ്ങിക്കാം. അവൾ കാർ എടുത്ത് അവള് തന്നെയാണ് എവിടെ പോവുകയും വരികയും ചെയ്യണം, അവളുടെ ഇഷ്ടത്തിന്. അതിങ്ങനെ ഈ മേഖലയിൽ ഒരു പെൺകുട്ടി ഒരു കാർ ഓടിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വീട്ടിൽ കാറില്ലെന്നല്ല കേട്ടോ പറഞ്ഞത്, എല്ലാ കാറുള്ള വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ പെണ്ണ് ഓടിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമാണ്. ഗൾഫിൽ കിടന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം ഓക്കെ, ഈ ഒരു ചങ്ങാതി, ഈ ചേട്ടൻ പറയണത് ഇയാളുടെ ഒരു സൈഡാണ്, ഇയാളുടെ പെർസ്പെക്റ്റീവ്, അതല്ലെങ്കിൽ ഇയാൾ ആ ഭാര്യക്ക് ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഒരു ഭാര്യ എന്നുള്ള നിലക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഒരു തൃപ്തിപ്പെടാൻ പറ്റൂലോ. അപ്പൊ അതാണ് ഞാൻ പറയണത്, ആ സ്ത്രീന്റെ എന്താണെങ്കിലും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, സ്ത്രീനെ ന്യായീകരിക്കാൻ പറ്റൂല. കാരണം ആ രീതിയിലുള്ള ഒരു സാധനം ചെയ്ത് കൂട്ടിയതിനെ കൊണ്ട് തന്നെ എന്ത് പറയാനാണ്, അതിൽ കൂടുതൽ ഒന്നും എന്താ പറയാ, ഈ സ്ത്രീ ഇപ്പം അത് ചെയ്തത് ഒരു കയപ്പ് തന്നെയാണ്. കാരണം ഇപ്പം ഇയാളുടെ ഭാഗം കേട്ടിട്ട് മറ്റേ സ്ത്രീന്റെ ഭാഗം കേൾക്കണമല്ലോ എന്നുള്ളൊരു ചോദ്യം, അതല്ലെങ്കിൽ അങ്ങനെ കുറെ ആളുകൾ ചിന്തിക്കും. അതിൽ കാര്യം ചെടവും. ഇപ്പൊ എന്താണെങ്കിലും ഇനിയിപ്പം ഇത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചു പറിച്ചതോ ഇങ്ങനെ ഒരു ഭർത്താവിനെ വേറെ ഏതെങ്കിലും രീതിയിൽ പറ്റിച്ചതോ ഒന്നുമല്ല. ഒരിക്കലും ഒരു ഭാര്യയെ ചിന്തിക്കാനോ ചെയ്യാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത ഒരു കാര്യം ആ സ്ത്രീ ചെയ്ത. അതുകൊണ്ട് തന്നെ സ്ത്രീന്റെ ഭാഗം ആ ന്യായീകരണം കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുകയാണ് വേണ്ടിയിരുന്നത്. അവിടെ ചേട്ടൻ കഷ്ടപ്പെടുന്നേക്കാൾ നേട്ടങ്ങൾ ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ ഇരുന്നുണ്ട്, വീൽചെയറിൽ ഇരുന്നുണ്ട്. എന്റെ തലച്ചോറ് മാത്രമേ വർക്ക് ചെയ്തത്, ഞാൻ കൈയും കാലും കൊണ്ടല്ല ഞാൻ ഒരാളാണ്. എങ്ങനെയാണ് അവരുടെ ഈ ഒരു ബന്ധം അഭിലാഷ് കണ്ടുപിടിച്ചത്? ഞാൻ എന്റെ കടയിൽ CC ക്യാമറ ഉണ്ടായിരുന്നു. ആ കടയിലെ CC ക്യാമറയിൽ ഇവന്റെ ഒരു കോള് വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട്. അത് ഞാൻ അവിടെ കടയിൽ ചെന്നിട്ട് അവളോട് ചോദിച്ചത് എന്തിനാ ഓഫ് ചെയ്തത് ഞാൻ ചുരുക്കി പറയുകയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ അതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ തന്നെ അവള് അവിടെ മനസ്സിലൊന്നും ഇരിക്കാത്ത കൊണ്ട്, ഒരു പെണ്ണായതുകൊണ്ടാണ് അവളെ എല്ലാ കുറ്റവും അപ്പം തന്നെ സമ്മതിച്ചു. അവനും അവിടെ വീട്ടുകാർ വന്നപ്പോൾ അവരുടെ മുന്നിൽ അവനും സമ്മതിച്ചു. അവന്റെ ഭാര്യ എടുത്തു അവൻ കുറ്റസമ്മതം നടത്തിയതിന്റെ അവന്റെ ഭാര്യ എന്നെ വിളിച്ച് സംസാരിക്കുന്ന വോയിസും ഉണ്ട്. ഞാൻ പറയാം, അവന്റെ വീട്ടിലേക്ക് ഞാൻ പോയി ചോദിക്കാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ഓടി വന്ന് എന്റെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടും പറഞ്ഞ് അവന്റെ ജീവിതം തകർക്കരുതെന്നാണ് അവള് പറയുന്നത്. അവൾക്ക് എന്റെ ജീവിതം തകർത്തതിനെ പറ്റി ഒന്നുമല്ല അവള് പറയുന്നത്. അവന്റെ ജീവിതം
അപ്പൊ ഇങ്ങരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് ഒരു വസ്തുവിനും പറ്റാതെ തവിട് പൊടിയാക്കി തകർത്ത് തമ്മർത്ത് തരിപ്പണാക്കിയിട്ട് പോയിട്ട് അയാളുടെ ജീവിതം ലൈഫ് അതാണ് നോക്കണം. ഇയാൾക്കായ ആ സ്ത്രീന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. ഇനിയിപ്പോ ഈ സ്ത്രീ അങ്ങനെ ശാരീരികമായിട്ടുള്ള ഒരു തെറ്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനമോ ചെയ്തിട്ടില്ലെങ്കിലും മനസ്സിനെ കൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിലും ഒക്കെ അപ്പൊ ഓക്കെ ഇയാളിപ്പം ഇങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ മറ്റേ ആളെടുത്ത് പോയി ചോദിച്ചു അതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി പോകുമ്പം അത് വേണ്ട, അയാളുടെ കുടുംബം തകർക്കരുതെന്ന് പറഞ്ഞ് കാലു പിടിച്ച് കരയുന്ന ആ ഒരു ഭാര്യ അത്രമാത്രം ചെയ്താൽ മതി, കൂടുതലൊന്നും ചെയ്യണ്ട. കാരണം ഒരു ഭർത്താവ് അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഇയാളുടെ മനസ്സ് തകരാൻ ആ ഒരൊറ്റ കാര്യം മതി. അല്ലാതെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേക സാധനങ്ങൾ കയറി പിടിക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു വർത്താനം സംസാരം തന്നെ ഓരോരുത്തരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം പിടിച്ചപ്പം ആ ഭാര്യ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം തകർക്കരുതെന്ന്. അപ്പം ഇയാളുടെ ജീവിതം തകർക്കരുത്, അത് ആദ്യം എന്തോ ഒരു പ്ലാൻസ് അല്ലെങ്കിൽ അത് ആദ്യം അതെന്തോ ആയിക്കോട്ടെ എങ്ങനെ എണ്ണി ചേർക്കാൻ വയ്യാത്ത ഒരുത്തനല്ല എന്ന രീതിയിലായിരിക്കും ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ആയിരിക്കുമല്ലോ അതൊക്കെ അല്ലേ. അവരുടെ കുടുംബം സേഫ് ആക്കണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെയുള്ള ഒരാള് ഞാൻ എങ്ങനെ വീണ്ടും കൊണ്ടുവരും എന്റെ ജീവിതത്തിലേക്ക്? എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബന്ധം ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ രാത്രിയും കാര്യങ്ങളും എങ്ങനെ ഞാൻ ഇവരെ നേരിട്ട് വീണ്ടും പിടിച്ചാൽ പിന്നെ ഒരു കുറ്റസമ്മതം അല്ല അവിടെ നടക്കാൻ പോകുന്നത്, എന്നെ അവർ അപായപ്പെടുത്തുകയും ചെയ്യുള്ളൂ. ഒരു തലേനെ ഒരു ചിഹ്നെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അത് ശരിയാണ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സമൂഹത്തിൽ. എപ്പോഴും ആഴ്ചയിൽ ചിലപ്പോൾ ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ കേൾക്കണത് ഭർത്താവും കാമുകനും ഭാര്യയും കാമുകനും ചേർന്ന് കണ്ട് ഭർത്താവിനെ വകവരുത്തി ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവിനെ കുട്ടീനെ ഇട്ടിട്ട് ഭാര്യയും കാമുകനും ഒളിച്ചോടി പല ന്യൂസുകളും കേൾക്കുന്നതിന്റെ. എനിക്കൊന്നും തടയാനോ ഒന്ന് പിടിച്ച് മാറ്റാൻ പോലും എനിക്ക് പറ്റില്ല. എന്റെ കാര്യം അവിടെ തീരും. ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഈ നിതിൻ അഭിലാഷിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറായോ? ഇല്ല, അവൻ ഒരിക്കലും സ്വീകരിക്കത്തില്ലല്ലോ. അവൻ അതിനു വേണ്ടിയിട്ടല്ലായിരുന്നു. അവന്റെ ഭാര്യയും കുട്ടികളൊക്കെ തന്നെയാണ് വരുന്നത്. ഈ എന്റെ കുറവുകൾ അറിഞ്ഞിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ പാടാന്ന് പോലെ അറിഞ്ഞിട്ട് എന്റെ അടുത്ത് പിന്മാറാത്തൊരു പെണ്ണ് എന്നെ ചതിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുമോ? എന്റെ ജീവിതം തകർത്തിട്ട് ഞാൻ അവന്റെ ഭാര്യ അവന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്, ഞാനത് കാണുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്ന പൈസയാണ് എല്ലാം അവളെ പറ്റിച്ചെടുത്തിട്ട് പോവുകയും എന്റെ ജീവിതവും തയ്യില്ലാണ്ടാക്കി. ഇപ്പൊ ഞങ്ങൾ ഡൈവോഴ്സാണ്. പക്ഷെ എന്ത് പറയാനാണോ, ഇതിലിപ്പം കൂടുതലായിട്ടൊന്നും നമ്മളിപ്പോ ഞാൻ ഭയങ്കര ഓൺലൈൻ ജഡ്ജായിട്ടൊന്നും വന്നിരുന്ന പറയല്ലോ കേട്ടോ. ഞാൻ ഈ ചങ്ങാതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ വലിയെന്തോ സംഭവമല്ല. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എനിക്കത് കണ്ടപ്പോ എന്തോ ഒരു ഇതുപോലെ തോന്നി, അത്രേ ഉള്ളൂ. ഏതെന്നായാലും ഈ പറഞ്ഞ പോലെ വിരലൊന്നില്ലെങ്കിലും ധീരനല്ലെങ്കിലും ഭർത്താവ് അതൊരൊറ്റ ഒന്ന് മതി. അതേപോലെ തന്നെ ആയിരിക്കണം ഭർത്താവിന് ഭാര്യ എന്നുള്ളത്. അല്ലാതെ ഇപ്പം ഈ വികാരങ്ങളും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക തരം ഘട്ടത്തിൽ കടന്നു വരുന്നതാണല്ലോ. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ സ്ത്രീകൾക്കെന്നോ അല്ലെങ്കിൽ പുരുഷനെന്നോ എന്നുള്ള ഒരു വേർതിരിവൊന്നും ഈ വിഷയത്തിൽ പാടില്ല.